കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ അന്നത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കാരം മാറ്റി പുതിയ സർക്കുലർ പുറത്തിറങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത് വൈകുന്നുവെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് ഈ മാറ്റം. ഇതനുസരിച്ച് പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40-ൽ നിന്ന് 50 ഉയർത്തി. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് തീരുമാനം. നിരീക്ഷണത്തിന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ ലഭ്യമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റീടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് സ്ലോട്ടുകൾ 8 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും. ഫിറ്റ്നസ് പരിശോധനയും ഡ്രൈവിംഗ് ടെസ്റ്റും ഒരു ദിവസം പാടില്ലെന്ന നിബന്ധനയും മാറ്റി. കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ 3 മാസം കൊണ്ട് തീർപ്പുണ്ടാക്കണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ആദ്യ ടെസ്റ്റ് തോറ്റാൽ 8 ദിവസത്തിനകം രണ്ടാം ടെസ്റ്റിന് സമയം നൽകണം. ലേണേഴ്സ് അപേക്ഷ ലഭിച്ച 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റിനുള്ള തീയതി നൽകണം. 3 മാസത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരം കൊണ്ടുവരാനാണ് ആലോചന. ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയ്ക്കായി അപേക്ഷകർക്ക് സ്മാർട്ട് ഫോണും ഉപയോഗിക്കാം. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമത്തെ തുടർന്നാണ് തീരുമാനം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഓഫീസുകളിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഇതിലുണ്ട്. ലേണേഴ്സ് ലൈസൻസിന് നിലവിൽ 3 മാസം കാത്തിരിക്കണം. ഇതൊഴിവാക്കാൻ 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 ദിവസം ലേണേഴ്സ് ടെസ്റ്റ് നടത്തും. അപേക്ഷിക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിൽ അവസരം ലഭിക്കുന്നതിനാണ് പുതിയ മാറ്റം. ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് 30 ദിവസത്തിനുള്ളിലും തോറ്റവർക്ക് 8 ദിവസത്തിനുള്ളിലും അവസരമൊരുക്കും. കൂടാതെ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പഴക്കം 15 വർഷമായി നിജപ്പെടുത്തിയ നിബന്ധനയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ആശ്വാസകരമായ മാറ്റങ്ങളും വരുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ വെക്കണമെന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ കൂടുതൽ സാവകാശം നൽകി. റോഡ് ടെസ്റ്റിനും ടെസ്റ്റിനും പുറമെ ഏർപ്പെടുത്തിയ പുതിയ പാർക്കിംഗ്, സിക്സാഗ് രീതികളിൽ പ്രായോഗികമായ ഇളവുകളും അനുവദിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ സുതാര്യവും നിലവാരമുള്ളതുമാക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുൻകൈയെടുത്തു കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും യൂണിയനുകളും ശക്തമായ സമരത്തിലേക്ക് കടന്നിരുന്നു. തുടർച്ചയായി ടെസ്റ്റുകൾ തടസ്സപ്പെടുകയും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വകുപ്പ് സർക്കുലർ തിരുത്തി പുതിയ ഉത്തരവിറക്കിയത്. സബ് RTO ഓഫീസുകളിൽ ആഴ്ചയിൽ 3 ദിവസം മാത്രം നടന്നിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനി മുതൽ ആഴ്ചയിൽ 5 ദിവസം നടത്തും. മാറ്റങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. അടുത്ത 3 മാസത്തേക്ക് കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പൂർണ്ണമായി തീർപ്പാക്കാനാണ് ഈ പുതിയ ക്രമീകരണം. അതിനുശേഷം ടെസ്റ്റ് രീതികളിൽ കൂടുതൽ ദീർഘകാല പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. ലൈസൻസിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നതിൽ പൊതുജനങ്ങളിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും ഉയർന്ന ശക്തമായ പ്രതിഷേധമാണ് ഉത്തരവ് തിരുത്താൻ കാരണമായത്. ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യങ്ങൾ 20-ൽ നിന്ന് 30 ഉയർത്തി. പരീക്ഷ ജയിക്കാൻ 30-ൽ 18 മാർക്ക് നേടണം. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനുള്ള സമയം 15 സെക്കൻഡിൽ നിന്ന് 30 സെക്കൻഡായി വർദ്ധിപ്പിച്ചു. ലേണേഴ്സിനുള്ള സിലബസും മോക്ക് ടെസ്റ്റുകളും മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കി. ആപ്പിലെ മോക്ക് ടെസ്റ്റിൽ 80% കൂടുതൽ മാർക്ക് നേടുന്നവർക്ക് റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ലേണിംഗിനും ടെസ്റ്റിനും ക്ലച്ചും ബ്രേക്കും ഇരുവശത്തുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ താൽക്കാലിക അനുമതി തുടരും. പരമ്പരാഗത ട്രാക്കിന് പകരം റിവേഴ്സ് പാർക്കിംഗ്, ഹിൽ സ്റ്റാർട്ട്, സിക്സാഗ് ലൈനുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള ആധുനിക സർക്കുലർ ട്രാക്കുകളിലേക്ക് മാറാൻ തദ്ദേശീയമായ സൗകര്യങ്ങൾ ഒരുക്കിവരുന്നു. സ്വന്തമായ ട്രാക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും ടെസ്റ്റിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ MVD തന്നെ ക്യാമറകൾ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഗുണനിലവാരം ഉയർത്താനും റോഡപകടങ്ങൾ കുറയ്ക്കാനുമാണ് ഈ മാറ്റങ്ങളിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.